നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനാഥയായ തനിക്ക് സ്വന്തമെന്ന് പറയാൻ രക്തത്തിൽ പിറന്ന ആരുമില്ല എന്ന് മനസ്സിലാക്കിയ അവർ വളരെ വേദനയോടെയായിരുന്നു വർഷങ്ങളോളം ജീവിച്ചത്. കൂടെ ഒരുപാട് ആളുകൾ, സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും തൻ്റേതെന്ന് പറയാൻ തൻ്റെ കൂടപ്പിറപ്പോ ബന്ധുക്കളോ ഇല്ല എന്നുള്ള വിഷമം അവരെ വല്ലാതെ അലട്ടിയിരുന്നു. പലപ്പോഴും സുഹൃത്തുക്കളോട് ആ വേദനയും അവർ പങ്കുവെച്ചതാണ്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അപ്രതീക്ഷിതമായ ഒരു സംഭവം നടക്കുന്നു. അതായത് താൻ അത്തരത്തിൽ കൂടെ കൊണ്ട് നടന്ന ഒരു സുഹൃത്ത് തൻ്റെ രക്തബന്ധമാണ്, തൻ്റെ സഹോദരിയാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം. വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ആ കൂടിക്കാഴ്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ രക്തത്തിൽ പിറന്ന തൻ്റെ സഹോദരിയാണ് അത്, തൻ്റെ സിബ്ലിംഗ് ആണത് എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വർഷങ്ങളായി എൻ്റെ ഹൃദയത്തിലുള്ള ശൂന്യത മാറ്റിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു പസിൽ കഷ്ണം തിരികെ ലഭിച്ച സന്തോഷത്തിലാണ് താനിപ്പോഴെന്ന് മീന ഗെൽറ്റിംഗ് എന്ന് പറയുന്ന യുവതി തൻ്റെ സഹോദരിയെ തിരിച്ചു കിട്ടിയ സംഭവത്തെക്കുറിച്ച് വ്യക്തമാക്കുകയാണ്. ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് കുഞ്ഞുനാളിൽ ദത്തെടുക്കപ്പെട്ട് നെതർലാൻഡ്സിൽ വളർന്ന 2 സ്ത്രീകൾ 3 പതിറ്റാണ്ടിലേറെ നീണ്ട അടുത്ത സൗഹൃദത്തിന് ശേഷമാണ് തങ്ങൾ സുഹൃത്തുക്കൾ മാത്രമല്ല, മറിച്ച് സ്വന്തം രക്തസഹോദരികളാണ് എന്നുള്ള അപൂർവ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ നിമിഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകപ്പെടുന്നു. ഡച്ച് കുടുംബങ്ങൾ ദത്തെടുത്ത മീന ഗെൽറ്റിംഗ്, മീന തീസൽ എന്നിവരാണ് ഒരു ഓൺലൈൻ DNA പരിശോധനയിലൂടെ തങ്ങൾ സ്വന്തം സഹോദരിമാരാണ് എന്ന് മനസ്സിലാക്കി ആ തിരിച്ചറിവിലേക്ക് എത്തിയത്. നെതർലാൻഡ്സിൽ വെച്ച് തൻ്റെ സഹോദരിയെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ നിന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിലെത്തിയതുപോലെ ഒരു തോന്നലുണ്ടായിരുന്നു എന്ന് മീനാൽ പറഞ്ഞത് ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. ഇന്ത്യയിലെ വ്യത്യസ്ത അനാഥാലയങ്ങളിൽ വളർന്ന ആ കുരുന്നുകളെ വെവ്വേറെ ഡച്ച് കുടുംബങ്ങൾ ദത്തെടുക്കുകയായിരുന്നു. നെതർലാൻഡ്സിലെ വേൽപ്പ്, മെഡ് എന്നീ നഗരങ്ങളിലായിട്ടാണ് കേവലം 130 കിലോമീറ്റർ അകലെ ഇവർ ഇത്തരത്തിൽ വളരുകയും ചെയ്തത്. വളർന്ന് കുടുംബാംഗങ്ങളുടെ സ്നേഹം ലഭിച്ചു വരുമ്പോഴും തങ്ങൾക്കൊരു സഹോദരി ഉണ്ടെന്ന വിവരം ഇരുവരും അറിഞ്ഞിരുന്നില്ല. 1996 കൗമാരക്കാരായിരിക്കെ ദത്തെടുക്കപ്പെട്ട കുട്ടികളുടെ ഒരു കൂട്ടായ്മയിൽ വെച്ചാണ് ഇരുവരും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അങ്ങനെ കണ്ടുമുട്ടിയ മാത്രയിൽ തന്നെ കാഴ്ചയിലെ അത്ഭുതപ്പെടുത്തുന്ന സാദൃശ്യവും സമാന ചിന്തകളും കാരണം ഇരുവരും തമ്മിലുള്ള അടുപ്പം വേഗത്തിലാക്കിയിരുന്നു. സൗഹൃദത്തിനിടയിൽ തമാശയായി പരസ്പരം സിസ് എന്ന് വിളിച്ച് സംസാരിക്കുന്നത് ഇവർ പതിവാക്കി. ഇരുവരും വിലാസങ്ങൾ കൈമാറിയെങ്കിലും പിന്നീട് വിവാഹവും കുടുംബജീവിതവും ഒക്കെയായിട്ട് രണ്ടുപേരും വെവ്വേറെ വഴികളിൽ ജീവിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് മിനാൽ ഫ്രാൻസിലേക്ക് താമസം മാറുകയും ഏകദേശം 15 വർഷത്തോളം ഇരുവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ ഇരിക്കുകയും ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം 2026 ഏപ്രിൽ കാലഘട്ടത്തിൽ സിനിമാ കഥകളെ വെല്ലുന്നത് പോലെ നിർണായകമായ ആ വഴിത്തിരിവുണ്ടാകുന്നു. സ്വന്തം രക്തമുള്ളവരെ കണ്ടെത്താനായി 2017 മുതൽ മൈഹേ റിറ്റേഞ്ച് എന്ന് പറയുന്ന ഡാറ്റാബേസിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ അത് അന്വേഷിച്ചെത്തി ഇവർ. അങ്ങനെ 3 മക്കളുടെ അമ്മയായ മീന നടത്തിയിട്ടുള്ള പരീക്ഷണത്തിലാണ് തൻ്റെ സഹോദരിയെ കണ്ടെത്തുന്നത്. ഈ വർഷം ഏപ്രിലിൽ മിനാൽ നടത്തിയിട്ടുള്ള DNA പരിശോധനയുടെ ഫലം വന്നപ്പോൾ 100% മാച്ച് കാണിക്കുകയും മീന സഹോദരി എന്ന നോട്ടിഫിക്കേഷൻ ഫോണിൽ വരികയും ചെയ്തതോടെ അവർ ഞെട്ടി. ആദ്യം അത് പഴയ ആ കൗമാരക്കാല സുഹൃത്താണെന്ന് മിനാൽ തിരിച്ചറിഞ്ഞില്ല എങ്കിലും സോഷ്യൽ മീഡിയ വഴി ചിത്രങ്ങൾ കണ്ടതോടെയാണ് തങ്ങൾ എപ്പോഴും തിരഞ്ഞിരുന്ന സ്വന്തം സഹോദരി തന്നെയാണ് ഇത്രയും കാലം കൂടെയുണ്ടായിരുന്ന ഉറ്റ സുഹൃത്തെന്ന് അവർ മനസ്സിലാക്കിയത്. ഇത്തരത്തിൽ തന്റെ സഹോദരിയാണ് തന്റെ സുഹൃത്തെന്ന് തിരിച്ചറിഞ്ഞത് ശേഷം ദിവസവും മണിക്കൂറുകളോളം സന്ദേശങ്ങളും കോളുകളും വഴി സംസാരിച്ചിരുന്ന ഇരുവരും കഴിഞ്ഞ ആഴ്ച നെതർലാൻഡ്സിലെ ഡെൻ ബോഷിൽ വെച്ച് കുടുംബസമേതം കണ്ടുമുട്ടിയ വാർത്തകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. വളർത്തു കുടുംബാംഗങ്ങളിൽ നിന്ന് സ്നേഹം ലഭിച്ചിരുന്നുവെങ്കിലും ഉള്ളിൽ അനുഭവപ്പെട്ടിരുന്ന ആ ഒരു വലിയ ശൂന്യത അത് ഈ തിരിച്ചറിവിലൂടെ അവസാനിച്ചു എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു പസിൽ കഷ്ണം തിരികെ ലഭിച്ച സന്തോഷമാണ് തനിക്കിപ്പോഴുള്ളതെന്ന് ഒരു യുവതി പറയുന്നു. നിന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിലെത്തിയ പോലെ തോന്നുന്നു എന്ന് അന്ന് അവർക്ക് തോന്നിയത് അവരുടെ സ്വന്തം സഹോദരി ആയതുകൊണ്ട് തന്നെയാണ് എന്ന് ഇപ്പോഴവർ തിരിച്ചറിയുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾ എപ്പോഴും സഹോദരിമാർ തന്നെയായിരുന്നു എന്നും പക്ഷെ ആ കാര്യം മാത്രം ഞങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുമാണ് മിനാൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇരുവരുടെയും വൈകാരികമായ ആ സന്തോഷ നിമിഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്.